കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു. നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്നതെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. നല്ല തിരക്ക് തന്നെയാണ്. വൈശാഖ മാസത്തിലെ ബുധനാഴ്ചയാണെങ്കിലും ഏത് ദിവസമാണെങ്കിലും ഒക്കെ നല്ല തിരക്ക്. നല്ല ചൊവ്വാഴ്ചയും നല്ല തിരക്ക് തന്നെയാണ്. ഇപ്പോൾ വൈശാഖം കഴിയോളം പിന്നെ വെക്കേഷനും അല്ലേ, അപ്പോൾ തിരക്ക് തന്നെയാണ്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് ആ മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അപ്പോൾ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ആ വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കാണാം. അതൊക്കെ കഴിഞ്ഞ് അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. അങ്ങനെ തൊഴുതിങ്ങനെ വരുമ്പോൾ ആ ചുവരിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ആനന്ദശയനത്തിൻ്റെ ആ ഒരു കാഴ്ച കാണാം. അതും കഴിഞ്ഞ് അവിടെ ഇങ്ങനെ വിളക്ക് കത്തിച്ച് വെക്കുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും ഒക്കെ കണ്ട് മുകളിലേക്ക് നോക്കിയ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ, നടുക്കുള്ള ലക്ഷ്മി ദേവി അതൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ വാതിൽപ്പടി കയറുക. വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും കിടാവിളക്കൊക്കെ കാണാം. വലതുവശത്തെ ആദ്യത്തെ തൂണും നോക്കി തൊഴുത് നമ്മൾ നേരെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല രസമാണ്. കാരണം എന്താ വെച്ചാൽ നല്ല തിളക്കം, നല്ല വെളിച്ചത്തിലിങ്ങനെ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയൊക്കെ വിളക്കിലുള്ള നെയ്ദീപത്തിൻ്റെ ആ ഒരു പ്രകാശവും ഭഗവാന്റെ മേലത്തെ ഗോപീതിലകങ്ങളുടെയൊക്കെ പ്രകാശം, കളഭത്തിൻ്റെ പ്രകാശമൊക്കെ ആയിട്ട്, കളഭത്തിൻ്റെ നിറമൊക്കെ ആയിട്ട് ഇങ്ങനെ ആകുമ്പോൾ നല്ല രസമാണ്. ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തളകൾ കാണാണ്ട് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ പട്ടമൊക്കെ ഞൊറിഞ്ഞ് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. പിന്നെ അതേപോലെ അരയിൽ അരമണി കിങ്ങിണി ചാർത്തിയിട്ടുണ്ട്. മാറത്ത് ഒരു 3 തിലകങ്ങൾ കൊണ്ട്, ഗോപി തിലകം കൊണ്ട് ഒരു മാല ഉണ്ട്. പിന്നെ വളയം പോലത്തെ മാല, പതക്കം പോലത്തെ മാല. അതേപോലെ അരമണിയുടെ മേലെയായിട്ട് ചെറിയൊരു കയറ് കെട്ടിയിട്ടുണ്ട്. ആ കയറ് നോക്കുമ്പോൾ കയറിൻ്റെ അറ്റത്തൊരു ഉരുളുണ്ട്. അപ്പോൾ ഒന്ന് ദാമോദരനായിട്ടാണ് കെട്ടിയിട്ടാണ് ആ ഉണ്ണീനെ. എന്ത് കെട്ടിയിട്ടാലും കുഴപ്പമില്ല. തൻ്റെ സ്വന്തം വലത്തെ കയ്യിലാണ് ഇപ്രാവശ്യം പൊന്നോടക്കുഴൽ അരയിലോട് ചേർത്തിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇടത്തെ കയ്യിൽ വെണ്ണയുണ്ട്. എന്താ ഇപ്പം ഒന്ന് മാറ്റി ഇടത്തെ കൈ കൊണ്ട് കഴിച്ചാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഇടത്തെ കൈ കൊണ്ടും കഴിക്കാൻ അറിയാം കേട്ടോ വെണ്ണ എന്നാണ് കാണിച്ചു തരുന്നത്. ഏത് കൈയായാലും വേണ്ടില്ല, ഞാൻ കഴിക്കും എന്നാണ്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ നല്ല പുഞ്ചിരിയാണ്. ആ മുഖത്ത് നിറച്ച് പുഞ്ചിരി. ഇതൊക്കെ കെട്ടിയിട്ടൊന്നും എനിക്ക് പ്രശ്നമില്ല എന്ന്. അങ്ങനെ ആ തിരുനെറ്റിയിലൊരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിലേക്ക് കിരീടം വെച്ച് അതിൻ്റെ മുകളിൽ 3 തിരുമുടിമാല ഉണ്ട്. തെച്ചി, തുളസി, പിന്നെ അതേപോലെ വെളുത്ത പൂവ്, അങ്ങനെ 3 എണ്ണം ഉണ്ട്. പിന്നെ നോക്കുമ്പോഴോ ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. പിന്നെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, അങ്ങനെ നല്ല രസമായിട്ടുള്ളൊരു കാഴ്ച. പിന്നെ ഉണ്ടമാല 2 എണ്ണം ഉണ്ട്. അതും എങ്ങനെയാ വെച്ചാൽ തെച്ചിയുടെ ഒരു മാല, പിന്നെ തുളസിയും വെളുത്ത പൂവായിട്ടുള്ളൊരു മാല, 2 മാലയുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിൽക്കുകയാണ് എന്ന് വിചാരിക്കുക. എല്ലാവരുടെയും മനസ്സിപ്പോൾ ഭഗവാന്റെ സമക്ഷത്തിലാണ് എന്ന് വിചാരിക്കുക, സങ്കല്പിക്കുക. അപ്പോൾ ആ ദാമോദര സ്വരൂപത്തെ നമ്മൾ അവിടെ നിന്ന് കാണുകയാണ്. അങ്ങനെ കാണുമ്പോൾ നമുക്ക് ആ ഗുരുവായൂരപ്പൻ്റെ ആ ദാമോദരൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അങ്ങനെ തൊഴുത് കഴിഞ്ഞാൽ നമ്മൾ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ ഭഗവാന്റെ തിടപ്പള്ളിയൊക്കെ കണ്ട് ചെറിയ ആലിലക്കണ്ണനെയും കണ്ട് തൊഴുത് സപ്തമാതാക്കളെയും കണ്ട് തൊഴുത് അങ്ങനെ ഗണേശനെ കാണാനായിട്ട് പോവാം. ഗണേശൻ്റെ അവിടെ വരിക, ഗണേശനെ കണ്ട് തൊഴുക, പ്രാർത്ഥിക്കുക. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയ്ക്ക് നോക്കുക, സരസ്വതി ദേവീനെ കാണുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമേ സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അവിടുന്ന് വരുമ്പോൾ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിന് അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നെ വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് നേരെ അനന്തശായിയായ അനന്തപത്മനാഭനെയും കണ്ട് തൊഴാം. പിന്നീട് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത് നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വരിക, സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരം കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ
ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കാണാം. അതേപോലെ ഭീഷ്മ പിതാമഹൻ്റെ ആ ഒരു വരച്ച ചിത്രമുണ്ട്, അതും കാണാം. അത് കഴിഞ്ഞ് നമ്മൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴുത് മുരുകനെയും കണ്ട് തൊഴാം. പിന്നീട് നേരെ ഹനുമാൻ സ്വാമി എടുത്തു വരിക, ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴാം. അവിടെ നോക്കുമ്പോൾ കുങ്കുമമുണ്ട്, അതേപോലെ ഒരു തെച്ചിമാല ഉണ്ട്, ഒരു ലിഖിതമാല ഉണ്ട്, വെറ്റിലമാലയുണ്ട്. പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ പിന്നീട് ആ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. തൊട്ടടുത്തുള്ള താമരക്കണ്ണനെയും കണ്ട് തൊഴാം. പിന്നീട് മണിക്കിണറും ഭഗവാന്റെ നൃത്താറയും കിടാവിളക്കൊക്കെ കണ്ട് ആ കൊടിമരവും കണ്ട് തൊഴുത് പിന്നീട് അടുത്ത അറയിലേക്ക് എത്തുമ്പോൾ കുറൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിനും വസുദേവരെയൊക്കെ അങ്ങനെ കണ്ട് തൊഴുത് നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അങ്ങനെ അവിടുന്ന് വരുമ്പോൾ ഇടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് വരുമ്പോൾ ആ കോർണറിലെത്തിയ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുക. മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് മമ്മിയൂരപ്പൻ്റെ ദർശനം കിട്ടിയാവും. പിന്നീട് കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ദാമോദര സ്വരൂപത്തെ ഒന്നുകൂടി കണ്ടു തൊഴാം. പിന്നീട് നമ്മൾ കൂത്തമ്പലത്തിലും വന്ന് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമാം. അത് കഴിഞ്ഞ് അവിടുന്ന് വരുമ്പോൾ പടിഞ്ഞാറ് നടയിൽ വന്ന ദീപസ്തംഭത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ വേണുഗോപാലിനെ കാണാം. കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ അടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് പൂന്താനം തിരുമേനി പൂജിച്ച ആ ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴാം നാരായണാലയത്തിൽ വന്നിട്ട്. അത് കഴിഞ്ഞ് നേരെ ഭഗവതി നടയിലും കിഴക്കേ നടയിലും വന്ന് തൊഴാം. പിന്നീട് തെക്കേ നടയിലേക്ക് എത്തി കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്ത് മഹാദേവനും പാർവതീ ദേവിനെയൊക്കെ മനസ്സിൽ വിചാരിക്കും ചെയ്യാം. അപ്പോൾ അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.